ആരും വിളിക്കാതെ തന്നെ മുതലപ്പുഴ ദുരന്തമുഖത്തും എത്തിയ ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ. ഉത്തരാഖണ്ഡ് മുതൽ പെട്ടിമുടി വരെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ രഞ്ജിത്ത് മുതലപ്പുഴ ദുരന്ത വാർത്ത അറിഞ്ഞയുടനെ ഗൂഗിൾ മാപ്പ് നോക്കി അവിടേക്ക് എത്തുകയായിരുന്നു. കടലിൽ കാണാതായ 3 പേർക്കുള്ള തെരച്ചിലിൽ ദുരന്ത നിവാരണ സേനയ്ക്കും നേവിക്കും നാട്ടുകാരായ മത്സ്യത്തൊഴിലാളിക്കുമൊപ്പം രഞ്ജിത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ ദുരന്തങ്ങൾ ഉണ്ടായാലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും. 5 ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായ ദുരന്ത പ്രതികരണ സേനക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു. NDRF സംഘം ദുരന്ത ഭൂമിയിലെത്തുമ്പോൾ രക്ഷാദൗത്യവുമായി അവിടെ ആദ്യമെത്തുന്ന ഒരു സിവിലിയൻ അത് രഞ്ജിത്ത് തന്നെയായിരിക്കും. 2013 ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ, ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം.